Hi everybody, welcome to Adani's Voice. Today we are discussing about national income and accounting. National income. National income refers to the complete value of final goods and services produced by any country during its financial year. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ രാജ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കംപ്ലീറ്റ് വാല്യൂ മൊത്തത്തിലുള്ള വാല്യൂവിനെ നമുക്ക് നാഷണൽ ഇൻകം എന്ന് പറയാം. ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ ഓഫ് ഇന്ത്യാസ് നാഷണൽ ഇൻകം. ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ദാദാബായ് നവറോജിയാണ് 1868. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അന്നത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ആളോഹരി വരുമാനം എന്ന് പറയുന്നത് 20 rupees ആയിരുന്നു. ഡോക്ടർ VKRV റാവു 1925-29 പീരിയഡിൽ നാഷണൽ ഇൻകത്തെ സയൻറ്റിഫിക് അപ്രോച്ചിലൂടെ എസ്റ്റിമേറ്റ് ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ഡോക്ടർ PC മഹ്ലനോബിസിൻ്റെ കീഴിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്തു. ഫസ്റ്റ് റിപ്പോർട്ട് 1951 ഫൈനൽ റിപ്പോർട്ട് 1954 പ്രസൻറ്റ് ചെയ്തത്. ബേസിക് ടേംസ്. ഫൈനൽ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫൈനൽ യൂസ് ആണ്. അതായത് മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുന്ന ഗുഡ്സാണ്, അത് മറ്റൊരാളിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ഫൈനൽ ട്രാൻസാക്ഷൻ ആയിരിക്കും. അത്തരം ഗുഡ്സിനെ നമുക്ക് ഫൈനൽ ഗുഡ്സ് എന്ന് പറയാം. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. സച്ച് ഗുഡ്സ് ആർ യൂസ്ഡ് ബൈ അതർ പ്രൊഡ്യൂസേഴ്സ് ആസ് മെറ്റീരിയൽ ഇൻപുട്സ്. അതായത് ഒരു ഫേമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മറ്റൊരു ഫേമിൻ്റെ ഇൻപുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കാർ പ്രൊഡക്ഷൻ കമ്പനിക്ക് ഗ്ലാസ് ആവശ്യമാണ്. ഈ പറയുന്ന ഗ്ലാസ് മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ്. ഡിപ്രിസിയേഷൻ. ഹൗ മച്ച് ഓഫ് ആൻ അസറ്റ്സ് വാല്യൂ ഹാസ് ബീൻ യൂസ്ഡ്. എത്രമാത്രം അസറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ്. ആക്ച്വൽ ട്രാൻസാക്റ്റഡ് പ്രൈസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് സച്ച് ആസ് വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി എക്സെട്ര ആൻഡ് ഗവൺമെൻറ് സബ്സിഡീസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന വിലയാണ് മാർക്കറ്റ് പ്രൈസ്. അതെല്ലാ ട്രാൻസാക്ഷൻസും കഴിഞ്ഞ് വരുന്ന വിലയായിരിക്കും. ഹോൾസെയിലും റീറ്റെയിലും എല്ലാം കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന വിലയായിരിക്കും. കൂടാതെ ഇൻഡയറക്റ്റ് ടാക്സും ഗവൺമെൻറ് സബ്സിഡീസും കൂടെ ഉൾപ്പെടുത്തും. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ആഡഡ് ടാക്സ് വരും, എക്സൈസ് ഡ്യൂട്ടി വരും, തുടങ്ങിയ ടാക്സുകളൊക്കെ വരും. ഫാക്ടർ കോസ്റ്റ്. ഇൻപുട്ട് കോസ്റ്റ് ദ പ്രൊഡ്യൂസർ ഹാസ് ടു ഇൻക്വയർ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സംതിങ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഗവൺമെൻറ് ഗ്രാൻറ്റ്സ് ആൻഡ് സബ്സിഡീസ് ബട്ട് ഇറ്റ് എക്സ്ക്ലൂഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള ഇൻപുട്ടിന് വരുന്ന പ്രൈസ്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സബ്സിഡീസും കൂടി ഉൾപ്പെടുത്തും. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. കാരണം ഇൻഡയറക്റ്റ് ടാക്സ് ഏതിൽ ഉൾപ്പെടുത്തുന്നത്? മാർക്കറ്റ് പ്രൈസിലായിരിക്കും, ഫാക്ടർ കോസ്റ്റിലായിരിക്കത്തില്ല. പർച്ചേസിംഗ് പവർ പാരിറ്റി. കമ്പയർ എക്കണോമിക് പ്രൊഡക്ടിവിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ബേസ് ഇയർ. ഇറ്റ് ഈസ് ദ ഇയർ എഗെയിൻസ്റ്റ് വിച്ച് ദ പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡെക്സ് ഈസ് മെഷേർഡ്. ബേസ് ഇയറിനെ റെഫറൻസ് ഇയർ എന്നും പറയാം. ഈ ബേസ് ഇയർ എന്ന് വെച്ചാൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇയർ ഫിക്സ് ചെയ്യും. നോർമലി 2011 ബേസ് ഇയർ ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബേസ് ഇയർ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ഇൻഫ്ലേഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും കാൽക്കുലേഷൻ സമയത്ത് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. ഹിന്ദു ഗ്രോത്ത് റേറ്റ്. പ്രൊഫസർ രാജകൃഷ്ണ, ആൻ ഇന്ത്യൻ എക്കണോമിസ്റ്റ്, coined the term Hindu growth rate. Low annual growth rate of the planned economy of Indian before the liberalization of 1991. ഇന്ത്യൻ എക്കണോമിസ്റ്റ് പ്രൊഫസർ രാജകൃഷ്ണനാണ് ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 1991 ലിബറലൈസേഷന് മുന്നേ നമ്മുടെ പ്ലാൻഡ് എക്കണോമിയിലെ കുറഞ്ഞ ആനുവൽ ഗ്രോത്ത് റേറ്റിനെയാണ് ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന ടേം ഡിഫൈൻ ചെയ്യുന്നത്.
ഇത്രയാണ് ബേസിക് ടേംസ്. നമ്മൾ നാഷണൽ ഇൻകം പഠിക്കുമ്പോൾ അതിൽ വരുന്ന ബേസിക് ടേംസ് ഇത്രയാണ്. അതിൽ ഹിന്ദു ഗ്രോത്ത് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. എക്സാംസിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April to 31st March ആണ്. ഇന്ത്യ ഒരു ഓപ്പൺ എക്കണോമി ആണെന്നറിയാലോ. ഓപ്പൺ എക്കണോമിയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് C+I+G+X-M ആണ്. C എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, I equal to ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, G equal to ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, X എക്സ്പോർട്ട്, M ഇമ്പോർട്ട്. ഒരു ഓപ്പൺ എക്കണോമിയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും എക്സ്പോർട്ടും കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ട്, നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വരുമാനം എത്രയാണോ അത് കുറയ്ക്കും. നാഷണൽ ഇൻകം മെഷർ ചെയ്യാനായിട്ട് വേരിയസ് മെഷേഴ്സ് ഉണ്ട്. അത് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. Money value of all final goods and services produced in the economy in an accounting year or financial year. GDP എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് ഇയറിൽ, അതായത് ഫിനാൻഷ്യൽ ഇയറിൽ ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെയും മണി വാല്യൂവിനെ നമുക്ക് GDP എന്ന് പറയാം. GDP മെഷർ ചെയ്യുന്നത് C+I+G വെച്ചിട്ടാണ്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. അതിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും X-M കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഇത് രാജ്യത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ മാത്രം കൺസിഡർ ചെയ്യുന്നതാണ്. രാജ്യത്തേക്ക് പുറത്തേക്ക് പോകുന്നതോ അതോ രാജ്യത്തിനുള്ളിലേക്ക് വരുന്നതോ കൺസിഡർ ചെയ്യത്തില്ല. GDP-MP, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് എങ്കിൽ = GDP-FC, ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ്. GDP-MP = GDP-FC എന്ത് കൂട്ടണം? ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടണം. അതിനോട് സബ്സിഡി കുറയ്ക്കണം. വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ, മാർക്കറ്റിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ അതിൽ ആ സാധനങ്ങൾ ഇൻപുട്ടുകളുടെ വില വരും, ഫാക്ടർ കോസ്റ്റ് ഉണ്ടാവും, പിന്നെ എന്താ ഇൻഡയറക്റ്റ് ടാക്സ്, ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങുക. അപ്പോൾ ആ പ്രൊഡക്റ്റിനോട് സബ്സിഡി കുറച്ചിട്ടുണ്ടാവും, നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി കുറച്ചിട്ടുണ്ടാവും. GDP-FC, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് = GDP-MP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി. അതായത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണണമെങ്കിൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസിനോട് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചിട്ട് സബ്സിഡി കൂട്ടിയാൽ മതി. ഗ്രോസ് വാല്യൂ അഡീഷൻ. The value addition is done by entrepreneur or enterprise engaging employees and plant and machinery. ഗ്രോസ് വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് എംപ്ലോയീസിൻ്റെയും പ്ലാന്റും മെഷീനറിയും അതെല്ലാത്തിൻ്റെയും വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്നൊരു ഗോതമ്പ് പൊടി വാങ്ങുക. ആ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ ആ ഗോതമ്പിൻ്റെ വില മാത്രമായിരിക്കില്ല അതിലുണ്ടാവുക. അതിൽ ആഡ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ഇലക്ട്രിസിറ്റി, മെഷീൻസ്, പാക്കേജിങ്, അങ്ങനെ എക്സ്ട്രാ പ്രൈസുകൾ കൂടെ ആ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആഡ് ചെയ്യുന്നതിന് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം. അത്തരം ഗുഡ്സുകളെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വിളിക്കാം, എക്സ്ട്രാ വരുന്ന ഗുഡ്സുകളെ. ഫൈനൽ ഗുഡിൻ്റെ പ്രൈസ് മാത്രമായിരിക്കും GDP-യിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ പ്രൈസ് നമ്മൾ ആഡ് ചെയ്യത്തില്ല. കാരണം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ പ്രൈസ് ആഡ് ചെയ്യുവാണെങ്കിൽ പ്രൈസിൻ്റെ കേസിൽ ഓവർലാപ്പിംഗ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ പ്രൈസ് നമ്മൾ ആഡ് ചെയ്യത്തില്ല. GVA = GDP പ്ലസ് സബ്സിഡീസ് ഓൺ പ്രൊഡക്റ്റ് മൈനസ് ടാക്സ് ഓൺ പ്രൊഡക്ട്സ്. ആദ്യമേയൊക്കെ ഈ GVA കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ഫാക്ടർ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ബട്ട് ഇപ്പോൾ ബേസിക് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് GVA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2011-12 ബേസ് ഇയർ എടുത്തിട്ടാണ് GVA ബേസിക് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്കിൽ GDP = GVA അറ്റ് ബേസിക് പ്രൈസ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. മൂന്നാമത്തതാണ് ഗ്രൂസ് നാഷണൽ പ്രൊഡക്റ്റ് GNP ഫാക്ടർ കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് = GDP ഫാക്ടർ കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് പ്ലസ് X മൈനസ് I. GNP കാണാൻ വേണ്ടിയിട്ട് GDP-യോടൊപ്പം എന്തൊക്കെ കൂട്ടണം?
എക്സ് കൂട്ടണം. എക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ഏൺഡ് ആൻഡ് റിസീവ്ഡ് ബൈ ഇന്ത്യൻസ് വർക്കിംഗ് എബ്രോഡ്. അതായത് GDP-യോടൊപ്പം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എബ്രോഡിൽ പോയി ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം GDP-യിലേക്ക് ആഡ് ചെയ്യണം. കൂടാതെ എബ്രോഡിലുള്ള സിറ്റിസൺ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം കുറയ്ക്കുകയും വേണം. അതായത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന എമൗണ്ട് കൂട്ടും, നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുന്ന എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് NNP കാണാനായിട്ട് GNPയിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറച്ചാൽ മതി. NNPയെ നാഷണൽ ഇൻകം എന്നും പറയാം. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് NDP കാണാനായിട്ട് GDPയിൽ നിന്നും ഡിപ്രിസിയേഷൻ കുറച്ചാൽ മതി. മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം പ്രധാനമായിട്ട് 3 മെത്തേഡ്സ് ഉണ്ട്. വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. വാല്യൂ ആഡഡ് മെത്തേഡ്, നെറ്റ് വാല്യൂ ആഡഡ് ബൈ all producing units is measured. Income method, sum of all factor income. Expenditure method, sum of all items of final expenditure is measured. ഇന്ത്യയിൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ കീഴിൽ വരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിലാണ്. ഈ ക്വസ്റ്റ്യൻ UPSC പ്രിലിമിനറി എക്സാമിന് 2000 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വായിച്ച് നോക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.